തീർച്ചയായിട്ടും ഞാൻ സുധിയുടെ കുടുംബത്തോട് ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അവിടെ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തത്. അല്ല, അവിടുത്തെ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ പല കാര്യങ്ങളും ഈവൻ പടവ് കൊച്ചു സുധി എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിൽ ഒരാൾ വന്നിട്ടാണ് ചെയ്തതാണ്. അതേപോലെ ജിപ്സം പ്ലാസ്റ്ററിങ് നമ്മുടെ ഒരു സുഹൃത്ത് ചെയ്തതാണ്. ഡോറ് വേറെ ആൾ വെച്ചതെന്നാണ്. അവിടുത്തെ ടൈൽ വർക്ക് ഷെരിൻ ഷാ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ KFTU എന്ന് പറയുന്ന ഒരു സംഘടന ചെയ്തതെന്നാണ്. ഇതൊക്കെ സൗജന്യമായിട്ട് ചെയ്തതാണ്. പക്ഷെ അതിനകത്ത് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എനിക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഞാനാണ്. എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു അത്. ജിപ്സം പ്ലാസ്റ്ററിങ് ഔട്ട് സൈഡിൽ ചില സ്ഥലങ്ങളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, മാക്സിമം ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടെയും അവിടെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും അതുപോലെ ആ മിസ്റ്റേക്കിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു. അത് ഒരു അബദ്ധമായിട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കാണ് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഹലോ ഗൈസ്, സത്യം പറഞ്ഞ ഈ മനുഷ്യരെ കാണുന്ന സമയത്ത് വല്ലാത്ത ബഹുമാനം തോന്നാണ് കേട്ടോ. എന്തിനാണ് അവരോട് ഇവർ മാപ്പ് പറഞ്ഞെന്നുള്ള കാര്യം പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു വീട് എന്ന് പറയുന്നത് ഈ പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരുടെ അധ്വാനമാണ്. അങ്ങനെ ഒരുപാട് പേര് ചേർന്ന് ഫിറോസിന്റെ നേതൃത്വത്തിൽ കെട്ടിപ്പണിത് ഒരു 50 ലക്ഷം രൂപയുടെ മുതൽ വരുന്ന ഒരു വീട്. ആ ഒരു വീട്ടില് ഓരോ ആളുകളും അവരുടെ അധ്വാനം കൊണ്ടും സ്നേഹം കൊണ്ടും കൊടുത്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ആ വീടിന്റെ അകത്ത് നിൽക്കുന്ന പല കാര്യങ്ങളും. നമ്മളെ പോക്കറ്റിൽ നിന്നൊക്കെ പൈസ എടുത്ത് കൊടുത്തുണ്ടാക്കുന്ന വീടും കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് പറയാം എന്താ അവർ കാണിച്ചു വെച്ചത്, ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി പൈസ മുടക്കിയതാണെന്നുള്ളത്. പക്ഷെ അതിൽ അങ്ങനെയല്ല. അവരുടെ വരുമാനത്തിന് വേണ്ടി ചിലവാക്കേണ്ട സമയം ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ അധ്വാനം വഴി ഇവരുടെ വീട്ടിലോട്ട് നിക്ഷേപം ചെയ്യുക ചെയ്തിട്ടുള്ളത്. അതുപോലും ചിന്തിക്കുന്നില്ല. ഇപ്പൊ എന്താണ് ഈ പുള്ളിക്കാരൻ തന്നെ അത്രയും ആളുകളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് ആണെങ്കിലും സ്വന്തം തലയിലോട്ട് ഏറ്റെടുത്ത് ഞാനാണ് അതിന്റെ തെറ്റുകാരൻ, എന്നോട് മാപ്പാക്കണം എന്ന് ഈ പുള്ളിക്കാരനാണ് പറയുന്നത്. കാരണം ഇയാളുടെ മനസ്സിൽ അവരോടുള്ള നന്ദിയാണ്. ഇയാൾ വിളിച്ച സമയത്ത് പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഒരു വീടിന് വേണ്ടി ഒരു വർക്ക് അവരെ ഏറ്റെടുത്ത് സമയം ചിലവാക്കി ചെയ്തു കൊടുക്കുകയാണ്. അവരുടെ സാധനം, അവർക്ക് ലാഭം കിട്ടേണ്ട ഒരു സാധനമാണ് മനുഷ്യത്തിന്റെ പേരിൽ ഈ ഒരു വീട്ടിലോട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ പേരിൽ ഫിറോസ് അവരോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ അത്രയും വലിയൊരു വീട്, അത്രയും സെറ്റിംഗ്സ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ വീടിന്റെ ഇന്റീരിയർ, ഔട്ട്ഡോർ, ഇൻഡോർ സാധനങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത്രയും പൊന്നുപോലൊരു വീട് കിട്ടിയിട്ട് അതിന് 100 കുറ്റം പറയുന്ന അവരുടെയൊക്കെ മനസ്സ് ഏത് രീതിയിൽ വ്രണപ്പെട്ട മനസ്സായിരിക്കും അല്ലെ? അതിന്റെ ഇടയ്ക്ക് നമ്മളെ താജ് എന്ന് പറയുന്ന പുള്ളി വന്നിട്ട് ഒരുപാട് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. പുള്ളി പറയുന്ന സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് സുധി മരിച്ചതിന് ശേഷം പൈസയായിട്ട് രേണുവിനും കിച്ചുവിനും കൊടുത്ത സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത്രയും പൈസ രേണുവിന് വേണ്ടി ഇവർ കൊടുക്കുന്നുണ്ട്. സുധി മരിച്ചതിന് ശേഷം ആ ഒരു നന്ദി, ആ ഒരു കടപ്പാട് കാണിക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞാൽ എന്നെ ബാധിക്കില്ല എന്നുള്ള പുച്ഛം മാത്രം. നിങ്ങൾ പുച്ഛിക്കുന്നവരില്ലേ, നിങ്ങൾക്ക് ഒരു 500 രൂപ തന്ന് സഹായിച്ച ആൾ വരെ ചിലപ്പോൾ ഉണ്ടാവില്ലേ? അതുപോലെ ഇവർ ആലോചിക്കുന്നില്ല. ആ താജ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ വഴിയാണ് ഇവർക്ക് ഇത്രയും സഹായങ്ങളും കാര്യങ്ങളും കിട്ടിയിട്ടത്. അയാളെ വരെ എടോ പോടോ വാടോ എന്നൊക്കെയാണ് ഇവർ അഭിസംബോധന ചെയ്യുന്നത്. രേണുവിന്റെ സിസ്റ്റർ വരെ അവരോട് മോശമായ രീതിയിൽ സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ നൈറ്റാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ദൂരദർശനെ പോലെയുള്ള സ്ക്രീനിന്റെ ചെറിയ പ്രശ്നങ്ങളിൽ ലൈറ്റിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. മെയിനായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ നിനക്ക് പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന രേണുവിന്റെ അന്ന ഫാൻസ് ഉണ്ടാവും. എനിക്ക് ജോലിയുണ്ട്. ഞാൻ 2 വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളാണ്. അക്കാഡമിക് കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ജോബ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം ആണ്. എനിക്കൊരു കൊച്ചുള്ള കാരണം ഞാൻ വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യുന്നത്. അവിടെയും ഞാൻ അധ്വാനിക്കാതിരുന്നിട്ടില്ല. യൂട്യൂബിൽ നിന്ന് വരുമാനം കാര്യങ്ങൾ കിട്ടി തുടങ്ങിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ വഴി വ്ലോഗ് വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതും ഒരു വരുമാന മാർഗത്തിന് വേണ്ടി തന്നെ ചെയ്തതാണ്. ഞാൻ വീഡിയോ ഇടുന്നുണ്ടെന്ന് കരുതി എനിക്ക് ജോലിയില്ല എന്ന് പറയരുത്. ഒരു കുടുംബിനിയാണ്, ഒരു വീട്ടമ്മയാണ്. രാവിലെ മുതൽ രാത്രി വരെ വീട്ടിലേതായ ജോലികളും കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ 2 വർക്ക് ഫ്രം ഹോമും ചെയ്യുന്നുണ്ട്. കൂടെ യൂട്യൂബിൽ എന്റെ സമയം കണ്ടെത്തി വീഡിയോ എടുക്കുകയും എഡിറ്റ് ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കിട്ടിയല്ലോ. ഇനി ആരും നിനക്ക് പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരരുത്. നിങ്ങൾക്ക് ജോലിയുള്ള ആളുകളാണെങ്കിൽ, തിരക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യാതെ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നോക്കി ഇരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള വിഷയത്തിലോട്ട് വരികയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അതുകൂടെ പറയാൻ മറന്നു. ഓക്കെ, അപ്പം നമ്മളെ തങ്കച്ചനും രേണുവിന്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് ഇഷ്യൂസും കൂടെ സോഷ്യൽ മീഡിയയ്ക്ക് അകത്തോട്ട് പുതിയതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തങ്കച്ചൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നും അതിന് കാരണം രേണുവാണെന്നും, രേണുവിനും സഹോദരിക്കും അവരുടെ ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു 4 സംഘം അടങ്ങുന്ന കുടുംബം ഉണ്ടല്ലോ, അവരുടെ ഇടയിൽ തന്നെ വഴക്കുകളും ബഹളങ്ങളും പിളർപ്പുകളും ഉണ്ടായിരുന്നെന്നും, രേണുവിന്റെ കുത്തിന് പിടിച്ച് ചുമരുമ കയറ്റി എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് സോഷ്യൽ മീഡിയ കിടന്നിട്ട്. അത് നമ്മുടെ രാജ് ടോക്സ് എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റും. അപ്പം അവരുടെ കുടുംബത്തിന് ഇത്രയധികം പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടാണ് അവര് നാട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരായിട്ട് സത്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങി. കാരണം ഇവരുടെ ഈ ഒരു ഇറിറ്റേറ്റിംഗ് സംസാരം കൊണ്ടും ബിഹേവിയർ കൊണ്ട് ഇവരുടെ അടുത്തിരുന്നവർ വരെ അകലാൻ തുടങ്ങി. ഇവർ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി ചോരാൻ തുടങ്ങി. നിങ്ങളത് ആലോചിച്ച് നോക്കണം. അപ്പം ഈ രേണു എന്ന് പറയുന്ന സ്ത്രീയുടെ സംസാരത്തിനോട് എന്തോരം ആളുകൾക്ക് എത്തരത്തിലുള്ള വെറുപ്പ് ഉളവാക്കിയിട്ടുണ്ടാവുന്നത്. കിച്ചു എന്ന് പറയുന്ന പയ്യൻ ഈ സ്ത്രീനെ പേടിച്ച് നിൽക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. കിച്ചു എന്ന് പറയുന്ന പയ്യനെ ആ പയ്യന്റെ പ്രായത്തിന്റേതായ ചില ദുശീലങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് വെച്ച് ആ പയ്യനെ ബ്ലാക്ക്മെയിൽ ചെയ്തു രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന സ്ത്രീ ആ പയ്യനെ നിലക്കി നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കിച്ചു വാ തുറക്കാത്തത്.
ഇവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ലഹരി ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ വീഡിയോസ് കാണുക, അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഹാബിറ്റ്സ് എന്ന് പറയുന്നത് അത് പ്രായത്തിന്റെ കുഴപ്പമാണ്. ഒരു 17, 18, 19, എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം 21, 22 വയസ്സ് വരെ ആ പ്രായത്തിലെ പയ്യന്മാർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണത്. അത് എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ തിരുത്തി, ഞാനിപ്പോൾ ഒരു പുതിയൊരു വ്യക്തിത്വമാണ് എന്ന് തുറന്നു പറഞ്ഞാൽ തീരുന്ന പ്രശ്നം തന്നെ അവിടെയുള്ളൂ. ഇനിയിപ്പോൾ അത്തരത്തിൽ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടല്ലോ. പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടൊക്കെയാണ് രേണു സുധി എന്റെ കയ്യിൽ വലിയ ബോംബുണ്ട് എന്ന രീതിയിൽ കിച്ചു വാ തുറന്നു കഴിഞ്ഞാൽ ഞാനിതെടുത്ത് പൊട്ടിക്കും, എടുത്തിട്ട് അലക്കും എന്നും പറഞ്ഞിട്ട് മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ബൈ ചാൻസ് കിച്ചു എന്തെങ്കിലും പറയാനിടയായിട്ട് രേണു ഈ കാര്യങ്ങളും കൊണ്ട് രംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇത് അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രായത്തിന്റെ കുഴപ്പമാണ്. പുള്ളി ഇപ്പോൾ നല്ല ഡീസന്റ് ആണ്, സംസാരം പെരുമാറ്റമൊക്കെ കണ്ടാലറിയാം നല്ലൊരു ജം എന്ന് വേണമെങ്കിൽ പറയാം, നല്ലൊരു പയ്യനാണ്. ഫ്ലവേഴ്സിന്റെ ഇടപെടലുകൊണ്ടാണെന്ന് തോന്നുന്നു രേഷ്മ പി തങ്കച്ചൻ പുതിയ ഇന്റർവ്യൂസും കാര്യങ്ങളും കൊണ്ട് രംഗപ്രവേശം ചെയ്തിട്ടില്ല. പണ്ട് കൊടുത്ത ഇന്റർവ്യൂസ് ആണെന്ന് തോന്നുന്നുണ്ട്. ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് വീണ്ടും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിന് ഇവിടെ ഒരു കർട്ടൻ ഇടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ അഥവാ ബിഗ് ബോസിലോട്ട് കയറുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, ചില കാരണങ്ങൾ കൊണ്ട് ബ്ലോക്ക് ആയി എന്നും പറയുന്നുണ്ട്. അപ്പോൾ കയറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിഗ് ബോസിലെ രണാസുനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യാം. ഇപ്പം നിലവിലെ സാമൂഹിക മാധ്യമങ്ങളിൽ വീണ്ടും വന്ന് നാറാതിരിക്കട്ടെ, ആ നാറ്റക്കേസ് നമ്മൾ വീണ്ടും എടുത്ത് ചർച്ച ചെയ്യാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.